കഴിഞ്ഞ 6 വർഷത്തിനിടെ ABC സെന്റർ വഴി 14,000 നായ്ക്കളെ വന്ധ്യംകരണം ചെയ്തുവെന്ന് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. ആളുകൾ നായ്ക്കൾക്ക് മാംസ അവശിഷ്ടങ്ങൾ നൽകുന്നതാണ് പ്രശ്നം. കോർപ്പറേഷൻ പരിധിയിൽ തെരുവുനായ ശല്യം ഉണ്ടെങ്കിലും നിയന്ത്രണ വിധേയമാണെന്നും മേയർ ബീന ഫിലിപ്പ് 24-നോട് പറഞ്ഞു. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. വിവിധയിടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് പേവിഷബാധയേറ്റ് ഒരു കുട്ടിയും മരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് പറയാൻ കോഴിക്കോട് മേയറായിട്ടുള്ള ബീന ഫിലിപ്പാണ് നമ്മുടെ കൂടെ ചേരുന്നത്. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു മാസം മുമ്പ് ജോലി കഴിഞ്ഞ് നടന്നു പോകുമ്പോഴാണ് തെരുവുനായ്ക്കൾ ആക്രമിക്കാൻ വരികയും മതിൽ ചാടിക്കിടന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു മാസം മുന്നെയാണ്. നിലവിലെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ തെരുവുനായ ശല്യം രൂക്ഷമാണോ? എന്താണ് സാഹചര്യം? തെരുവുനായ ശല്യം എക്കാലവും രൂക്ഷമാണ്, പ്രത്യേകിച്ച് അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട്. പക്ഷേ അതിന് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന എണ്ണത്തിനേക്കാൾ ഏറെ ആയി പോയേനെ. നമുക്കൊരു അനിമൽ ബർത്ത് കൺട്രോൾ സെൻറ്റർ ഉണ്ട് വെള്ളിമാടുകുന്ന്. 2019 സ്ഥാപിച്ചതാണ്. 6 വർഷം പിന്നിട്ടു. 6 വർഷത്തിനിടയിൽ 14,000 നായ്ക്കളെയാണ്, എന്നുവെച്ചാൽ ആണ് പെണ്ണിനെയൊക്കെ നമ്മൾ വന്ധ്യംകരണം നടത്തി പുറത്തു വിട്ടിട്ടുള്ളത്. അതില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു രീതിയിലാവില്ലായിരുന്നു കോഴിക്കോടിൻ്റെ അവസ്ഥ. കാരണം നമ്മൾ അതിന് മാത്രം ഈ കോഴി പോലത്തെ അറവ് മാലിന്യം നമുക്കുണ്ടാവുകയും നമ്മളത് ഭക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ കോഴിക്കോട്ടെ ആൾക്കാർക്ക് ഇതെല്ലാം ഇവരിതിൻ്റെ അവശിഷ്ടങ്ങൾ കൊടുക്കുന്നതൊക്കെ ഞങ്ങൾ ഫ്രഷ് കട്ട് വഴി നിയന്ത്രിച്ചതുകൊണ്ടാണ്. എന്നാലും കുറേ ആൾക്കാർ അവർക്ക് കൊടുക്കും. അങ്ങനെ ഇഷ്ടം പോലെ ഈ മാംസഭക്ഷണം, പ്രത്യേകിച്ച് വേവിക്കാത്ത മാംസഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കൂടിയാണ് നായ്ക്കളിൽ ഇത്ര അധികം ഈ ഭീകരമായ സ്വഭാവം ഉണ്ടാകുന്ന, ആക്രമണ സ്വഭാവം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. നമുക്കിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഒരു ദിവസത്തിൽ 12 മുതൽ 15 വരെ നായ്ക്കളെയാണ് ABC സെൻറ്ററിൽ ഞങ്ങൾ വന്ധ്യംകരണം ചെയ്യുന്നത്. ഇനി നമ്മൾ അതിൻ്റെ കൂട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എണ്ണത്തിന് ഒരു ദിവസം വന്ധ്യംകരണം ചെയ്യാൻ പറ്റും. കാരണം 2-3 ദിവസം അവരെ താമസിപ്പിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഇപ്പോൾ 19 കെനലുകൾ നമുക്കുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ഒരു കുറച്ചെണ്ണം 5 ലക്ഷം ഇപ്പോൾ വെച്ചിട്ടുണ്ട് പ്രോജക്റ്റിൽ. ബാക്കി വേണ്ടി വന്നാൽ വെക്കും. അങ്ങനെ എല്ലാ വർഷവും കുറേശ്ശെ കെനലുകളുടെ എണ്ണം കൂട്ടുമ്പോൾ നമുക്കിതിനേക്കാൾ കൂടുതൽ നായ്ക്കളെ വന്ധ്യംകരണം ചെയ്യാൻ പറ്റും. നിലവിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ പ്രശ്നബാധിതമായിട്ടുള്ള ഏതെങ്കിലും മേഖലയുണ്ടോ? ഇങ്ങനെ എല്ലാ ദിവസവും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ? ആക്രമണങ്ങൾക്ക് എനിക്ക് തോന്നുന്ന റിപ്പോർട്ട് ചെയ്ത് മനുഷ്യർ മടുത്തോന്ന് സംശയമുണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഇതുകൊണ്ടല്ലേ മോനെ ഈ കാര്യം ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ പല സ്ഥലത്തും നായ്ക്കൾ ഓടിക്കുന്നുണ്ടെന്നുള്ള വാസ്തവമാണ്. ഞാൻ താമസിക്കുന്ന നമ്മുടെ മലാപ്പറമ്പ് ഹൗസിംഗ് കോളനിയിൽ പോലും വല്ലപ്പോഴും ഒക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞാണ് അതിൻ്റെ കാരണം. പിന്നെ ഓരോ സീസൺ എപ്പോഴുമുള്ള ശബ്ദം നഗരത്തിലെ ഇതൊക്കെ അവരുടെ ഞരമ്പുകളെ ബാധിക്കുന്നുണ്ടാവാം. എത്ര ശ്രമിച്ചാലും നമുക്ക് പൂർണ്ണമായിട്ട് അത് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമുക്ക് ഈ പഴയ നിയമമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ കുറേ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനെയൊക്കെ നമ്മൾ കൊന്നുകളയായിരുന്നു. ആധുനിക യുഗത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനിമൽ ബർത്ത് കൺട്രോൾ സെൻ്ററുകളൊക്കെ എല്ലായിടത്തും വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. തിരുവനായ ശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു കോഴിക്കോട് മേയറായിട്ടുള്ള ബീന ഫിലിപ്പ്. ABC സെൻറ്റർ ഉൾപ്പെടെ കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനായ ശല്യം ഉണ്ട്, പക്ഷേ അത് കൺട്രോൾ ആണെന്ന കാര്യമാണ് മേയറായിട്ടുള്ള ബീന ഫിലിപ്പ് 24-നോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. അപ്പോൾ അതാണ് കോഴിക്കോട്ടെ സാഹചര്യം.